നാടുവാഴികളായിട്ട് നായന്മാരുണ്ടായിരുന്നു. അവരും നാടുവാഴികളാവുന്നത് ഈ ബ്രാഹ്മണന് സേവകർ ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. എൻ്റെ ബലമായ വിശ്വാസം ശങ്കരനെ പറഞ്ഞു കേൾക്കുന്ന കഥയിൽ കൂടി അല്ലാതെ കേരളമായിട്ട് ബന്ധമില്ല എന്നാണ്. ബ്രാഹ്മണരുടെ കണക്ക് നോക്കുന്ന ആൾക്കാർ, മേൽനോട്ടക്കാർ, അവരാണ് മേനോന്മാർ. 18th സെഞ്ച്വറിയിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു തുടക്കം ഈഴവക്കാശിൻ്റെ ഇടയിൽ ഉണ്ട്. ടർക്കിഷ് മുസൽമാന്മാരെയാണ് മുസ്ലിം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനെ നിങ്ങൾ ഒരു കാരണവശാലും തടയരുത്. ചരിത്രം ശരിക്കും ഈ ആനുകാലിക ജീവിത സമസ്യകളിൽ ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് പഴയ കാലത്തേക്ക് നോക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജാതി ഇപ്പോഴും ഒരു അൺകോൺകേർഡ് ഈവിളാണ് സൊസൈറ്റി. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, എങ്ങനെയാണ് ജാതി ഉണ്ടായത്, എന്തുകൊണ്ടാണ് അതിങ്ങനെ എൻട്രൻച്ച്ഡ് ആയത് എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനുള്ള ആൾക്ക് പോയി അന്വേഷിക്കാനുള്ളതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ഈ വർത്തമാനകാലം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, ഒരു അസ്വാസ്ഥ്യം, അതിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അറിഞ്ഞ് കോരിത്തരിക്കാൻ വേണ്ടിയിട്ടോ ദുരഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ടോ ഉള്ള അന്വേഷണമല്ല. അപ്പോൾ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബ്ഡ് കണ്ടംപററി കോൺഷ്യസ്നെസ് ആണ്. അത് ഏത് സ്റ്റേജിലും ഉണ്ടാവും. ഹിസ്റ്റോറിയൻസ് മുഴുവനും അങ്ങനെയാണ് നല്ല സീരിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്. അതല്ലാത്ത ഹിസ്റ്ററി ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും അതുണ്ട്. നമ്മൾ ആർക്കോ വേണ്ടി ഇങ്ങനെ അഭിമാനം കൊള്ളുകയാണ്. നമ്മൾ അത് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് തന്നെ ടീച്ചേഴ്സ് ഉണ്ട്, അവർ ഗ്രേറ്റ് ആൻസിസ്റ്റേഴ്സ്. എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത് കേട്ട സമയത്ത് ആരായിരിക്കും നമ്മളെ ആൻസിസ്റ്റേഴ്സ്? ഈ കാട്ടിലൊക്കെയുള്ള അന്നത്തെ ശബരദാസ്, പൊളിന്ദാസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഗോത്രവർഗ്ഗങ്ങളായിരുന്നു. അതല്ല അശോകനാണോ, അതല്ല ചാണക്യനാണോ, ആരാണ് നമ്മുടെ ആൻസിസ്റ്റർ? ആർക്കിയോളജിയിൽ കിട്ടുന്ന ചെറിയ നല്ല മിനുക്ക് പാത്ര കഷ്ണങ്ങളിൽ കൂമ്പാരം പോലെ പരുപരുക്കൻ പാത്രമുണ്ട്. ആ പാത്രത്തിൽ കഞ്ഞി കുടിച്ചിരുന്നത് ആരായിരിക്കും? ഈ ചെറിയ മിനുക്ക് പാത്രം ഉപയോഗിച്ചത് ആരായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്രശ്നമായിട്ട് തന്നെ തോന്നിയിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു വശത്ത് ദാസന്മാരെയും ദാസികളെയൊക്കെ പറ്റി പറയും. അശോകൻ്റെ ഈഡിക്സിൽ തന്നെ നിങ്ങൾ ദാസരോടും ഭ്രതകരോടും പ്രതിപത്തിയുള്ളവരായിരിക്കണം. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നത് അശോകൻ ഇത് ആവർത്തിച്ച് ഈഡിക്റ്റിൽ പറയുന്നത് എന്തിനാണ്? ഒരു പേടി വരുന്ന പോലെ. കാരണം അത് ആവർത്തിക്കേണ്ടി വരുന്നത് എന്താ? നല്ല ഒരു ക്ലാസ്സിൽ നല്ല നിശബ്ദതയായിരിക്കും, ടീച്ചർ എപ്പോഴും സൈലൻസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പറയുക. സൈലൻസ് എന്ന് ഒരു ടീച്ചർ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ നിശബ്ദതയില്ല എന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ വർത്തമാനം പറയുന്നതുകൊണ്ടല്ലേ മേശയുടെ നമ്മൾ അടിക്കുകയും സൈലൻസ് എന്ന് പറയുകയും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ വാർണിങ്സ് നമുക്ക് കിട്ടുന്നു. ഇത്തരം വാർണിങ്സ് അത് അവിടെ വളരെ അശോകൻ്റെ കാലഘട്ടം ബുദ്ധമതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അത് സമാധാനത്തിൻ്റെ കാലമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുക. സമാധാനത്തിൻ്റെ കാലമാണെങ്കിൽ നിങ്ങൾ എല്ലാ സമാജങ്ങളിലും കലഹം കൂടാതെ കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് അശോകൻ പറയുന്നത് എന്തിനാണ്?
ആ കാലത്തുള്ള സമാജങ്ങൾ പ്രധാനമായിട്ട് ബുദ്ധമതത്തിൻ്റെ സമാജങ്ങളാണ്. അത് പിന്നെ 2 തരം ബുദ്ധമതം ഉണ്ട്. ഒന്ന് പഴയ തരത്തിലുള്ള, പിന്നൊന്ന് മഹായാനക്കാരും ഹീനയാനക്കാരും തമ്മിൽ വലിയ തർക്കം, ബഹളം. ആ സമാജങ്ങൾ കൂടുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാവരുത് എന്ന് അയാൾ പറയണ്ടെങ്കിൽ, ഈഡിക്റ്റ് പറയണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമാധാനം ഇല്ലാത്ത സംഗതിയാണ്. എല്ലാ കാര്യങ്ങളും വിജിഗീഷുവിനെ ഈ വിജിതത്തിലെ പോലെ അന്വേഷിക്കാൻ സാധിക്കും. പാടലിപുത്രത്തിലെ മാതിരി എനിക്ക് എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ കുമാരന്മാരെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ തരത്തിൽ ഈ നിഷേധങ്ങൾ വരുമ്പോഴൊക്കെ എനിക്കൊരു പേടി പോലെ തോന്നാറുണ്ട്. അപ്പം ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തായിരിക്കും? പാടലിപുത്രത്തിൽ മാത്രമേ സമാധാനമുള്ളൂ, മറ്റൊരു സ്ഥലത്തും സമാധാനമില്ല എന്നൊക്കെയല്ലേ? പിന്നെ എന്തിനാണ് ഈ ഭയങ്കര സമാധാനം ഉള്ള ഇന്നത്തെ ഇന്ത്യ രാജ്യത്തേക്കാൾ വലിയൊരു സാമ്രാജ്യം? എന്തോ ആർക്കറിയാം. ഇങ്ങനെ ഒരു പ്രശ്നം, ഈ പ്രശ്നം നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒക്കെ ഉണ്ടായി വരുന്നതാണ്. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അയാൾ ചരിത്രം എഴുതിയിരിക്കും. അയാൾ എഴുതുന്ന ചരിത്രത്തിൽ ഒരു വ്യത്യാസമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ അതിനൊരു പാൻ ഇന്ത്യൻ സ്വഭാവമാണോ ഉള്ളത്? അതോ കേരളത്തിന് അതിൻ്റെതായ ഹിസ്റ്ററി ഉണ്ടോ? കാരണം വേറൊരു ചോദിക്കാൻ കാരണം ഇപ്പൊ നമ്മള് പരശുരാമൻ മഴ ഒരിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചു എന്നുള്ളൊരു ഐതിഹ്യം നമ്മുടെ കേരളത്തെ പറ്റി മാത്രമേ അങ്ങനെ ഒരു ഐതിഹ്യം കേട്ടിട്ടുള്ളൂ. ബാക്കി സ്റ്റേറ്റ്സിനെ പറ്റി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇങ്ങനെ ഒരു ഐതിഹ്യം പക്ഷെ അയാൾ മഴയല്ല എറിഞ്ഞെന്നുള്ള വ്യത്യാസമുള്ളൂ. പല സ്ഥലത്തും പലതാ വലിച്ചെറിയുന്നത്. മൊറം എറിഞ്ഞിട്ടാണ് ഗുജറാത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ശൂർപ്പാരക ദേശം എന്ന് പറയുന്നത് മൊറം. ചെവി മുറം പോലെ ആയതുകൊണ്ടാണല്ലോ ശൂർപ്പണക എന്ന പേര്. ശൂർപ്പാരെന്ന് ഞാൻ മുറം എന്നാണ് അർത്ഥം. അല്ല, യുണീക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് യുണീക്ക്നെസ് നമ്മൾ കാണുന്നത് പോലെയല്ല. ഒന്ന്, അതിൻ്റെ ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത് അവിടെ മാത്രമാണ് പരശുരാമൻ വന്ന് ഭൂമി ബ്രാഹ്മണന് കൊടുക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും രാജാവ് തന്നെ നേരിട്ട് കൊടുക്കുകയാണ്. ബ്രഹ്മദേയങ്ങൾ ബ്രാഹ്മണ ഗോത്രങ്ങൾക്ക് കൊടുക്കുകയും അവരെ ക്ഷണിച്ചു വരുത്തി ഗോത്രങ്ങളെ താമസിപ്പിക്കുകയും അവരങ്ങനെ അടിമകളെ ഉണ്ടാക്കി ശൂദ്ര കർഷകപ്രായർ ആയിട്ടുള്ള ആൾക്കാർ എന്നുവെച്ചാൽ അടിമകൾ തന്നെയാണ്. കൃഷി അടിമകളെ ഉണ്ടാക്കി, അടിമജാതി ഉണ്ടാക്കി ഒക്കെ സോഷ്യൽ ഡിസിപ്ലിനിങ് ഒക്കെ നടത്തിയിട്ട് എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്തും പരശുരാമനിലേക്ക് ആണ്. ഞാറ്റുവേല കൊണ്ടുവന്ന പരശുരാമനാണ്, കാലാവസ്ഥ കൊണ്ടുവന്ന പരശുരാമനാണ്, എല്ലാം പരശുരാമൻ. ആ പരശുരാമൻ പിന്നെ ഒരു മിത്തിക്കലായിട്ടുള്ള പരശുരാമൻ ഈ അവതാരമാണല്ലോ, അവതാരത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പറയുമ്പോൾ അത് മനുഷ്യരൂപത്തിലുള്ളൊരു ദൈവമാണ്. ആ മനുഷ്യരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ലെജൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. മിത്തിക്കലായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മഴ എറിഞ്ഞിട്ട് വരുണൻ്റെ അടുത്തുനിന്ന് ഭൂമി വാങ്ങുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ലാൻഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു മിത്താണെങ്കിൽ അവിടെ ബ്രാഹ്മണരെ കൃത്യമായിട്ട് ആഹിച്ചത്രത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഇവിടെ 64 ഗോത്രങ്ങളായിട്ട് 64 ഗ്രാമങ്ങളായിട്ട് കൊണ്ടുവന്നു. അതിൽ 32 ഗ്രാമങ്ങൾ തുളുനാട്ടിലും പിന്നെ ഇവിടെ 32 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഐതിഹ്യം. എല്ലാം ബ്രാഹ്മണ ഗ്രാമങ്ങളാണ്. അതെ, അതുകൊണ്ടാണ് അതിന് ലെജൻഡായിട്ട് നമ്മൾ പറയുന്നത്. ഒരു ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ റയർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിനെ ഒരു ലെജൻഡായിട്ട് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് അത്. ബ്രാഹ്മണർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് വന്നാൽ അവരുടെ അവകാശം പൂർണ്ണമാകുന്നു. അതേസമയം നിങ്ങൾക്ക് മലയുടെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മലവാരത്തൊക്കെ മലദേവതകളെ ഞാൻ പ്രതിഷ്ഠിക്കുകയാണ്. നിങ്ങൾക്ക് സമുദ്രം
സമുദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സമുദ്ര തീരങ്ങളിലൊക്കെ ഞാൻ ഭഗവതിയുടെ സംഗതിയിൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ആദ്യം കുറേ കൊണ്ടുവന്നു ബ്രാഹ്മണരെ. അവർ ഈ നാഗങ്ങളുടെ പ്രശ്നം കാരണം മടങ്ങിപ്പോകേണ്ടി വന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ വന്ന കൂട്ടരെ അവർ തുരത്തി ഓടിച്ചതാണ്. പക്ഷേ അവരെ പിന്നെ വീണ്ടും കൊണ്ടുവന്നു. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അത് വലിയ ആയുധ വിശേഷങ്ങളോട് കൂടിയിട്ട് വാൾ നമ്പിമാരായിട്ടാണ് ആദ്യത്തെ കുറേ നമ്പൂതിരിമാരെയൊക്കെ വെക്കുന്നത്. അപ്പോൾ അവർ ശരിക്കും ഗോത്രവർഗങ്ങളിൽ നിന്ന് അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടും വാളുകൊണ്ട് പിടിച്ചെടുത്ത ഒരു കേരളമാണ് അത്. അപ്പോൾ അടിമകൾ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വിഭാഗത്തിനെ ഉണ്ടാക്കുന്നത് ഈ ആയുധധാരികളായിട്ടുള്ള കുറേ ബ്രാഹ്മണരാണ്. അപ്പോൾ അങ്ങനെ അടിയാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി ഈ വെള്ളക്കെട്ടുകളും ചതുപ്പുകളും ഒക്കെ ആയിട്ട് കിടന്നിരുന്ന സ്ഥലം വയലുകളാക്കി മാറ്റി. അതൊരു ഈ ചീങ്കണ്ണിയുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയാണ് അത്. അവിടെ ആരും ഇറങ്ങാൻ ധൈര്യപ്പെടില്ല. മലനെല്ല് മാത്രം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന പുലയന്മാരെ, പുലങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരാണ് പുലയർ. അവരെ ഈ തരത്തിൽ ചീങ്കണ്ണിയെ ഭയപ്പെടാണ്ട് ഇറങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തത് അവരെ മർദ്ദിച്ചും ഒക്കെ അടിമകളാക്കിയിട്ടാണ്. അപ്പോൾ ആ അടിമ ജാതിയാക്കി മാറ്റി കഴിഞ്ഞാൽ അവരെ ചരിത്രം തന്നെ അവർ മറന്നു പോകും. തലമുറകളായിട്ട് എൻസ്ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഹിസ്റ്ററി ഇല്ലല്ലോ. ഇതിലെവിടെയാണ് ഈ നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു അവരെങ്ങനെയാണ് ഇതിൽ ഉണ്ടാവുന്നത്? അത് ഇവർ ആകമ്പടി നിന്നവരും ഒക്കെ പരശുരാമൻ എല്ലാ വിധത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ ബ്രാഹ്മണരെ സേവകരാക്കി വെച്ചു എന്നാണ് പറയുന്നത്. ശൂദ്രരെ കൊണ്ടുവന്നു, അടിയാരെ കൊണ്ടുവന്നു, കുടിയാരെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ എല്ലാം അങ്ങനെയാണ് കേരളോത്പത്തിയിൽ പറയാം. അതെ, ആ ക്ഷത്രിയന്മാരിൽ ഇവിടെ, കാരണം ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിച്ചിട്ടാണല്ലോ പരശുരാമൻ വന്നത്. അപ്പോൾ ഒരു ക്ഷത്രിയനെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് മൂഷകവംശം. അവരുടെ ഒരു കഥ എന്ന് വെച്ചാൽ എലിമാളത്തിൽ ഒരു ക്ഷത്രിയൻ കുട്ടി ബാക്കിയായി. അപ്പോൾ പിന്നെ എലി വളർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് വന്നത്. അപ്പോഴത്തേക്കും പരശുരാമനൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോലത്തിരിയുടെ ആ വംശം ക്ഷത്രിയരാണ്. ഇങ്ങനെ ക്ഷത്രിയരാണെന്ന് അവകാശപ്പെടാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. സാമൂതിരി തടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഞങ്ങൾ പ്രവേശിക്കില്ല, കാരണം ഈ അമ്പലത്തിൽ ക്ഷത്രിയർ കടക്കാൻ പാടില്ല. ഓരോ ടെക്നിക്കുകൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്ഷത്രിയരില്ല, ബ്രാഹ്മണർ കഴിഞ്ഞാൽ ശൂദ്രർ മാത്രമേ ഉള്ളൂ, വൈശ്യരില്ല. നായന്മാരുടെ എഡ്യൂക്കേഷൻ എപ്പോഴാണ് സംഭവിച്ചത്? അത് അവർക്ക് ഈ തരത്തിൽ ബ്രാഹ്മണരുടെ കണക്ക് നോക്കുന്ന ആൾക്കാർ, മേൽനോട്ടക്കാർ, അവരാണ് മേനോന്മാർ. പിന്നെ ബ്രാഹ്മണന്മാർക്ക് അകമ്പടി പോവുകയും സേവകരായിട്ട് വാള് പിടിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നായന്മാർ. അപ്പോൾ ബ്രാഹ്മണനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കുറേശ്ശെ ബ്രാഹ്മണ്യം കിട്ടുക, പിന്നെ സ്വത്ത്. അപ്പോൾ ബ്രാഹ്മണ്യവും സ്വത്തും കൂടി വരുന്നതിനനുസരിച്ച് അവർ പ്രമാണിമാരായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ചില ബ്രാഹ്മണന്മാരുടെ പിന്നെ ചട്ടവട്ടങ്ങൾ ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ട് അവർ ശൂദ്രരല്ല എന്നുള്ളൊരു സംഗതി വരികയാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സങ്കടം വന്നിട്ടുള്ള ചില പെൺകുട്ടികളുണ്ടായിരുന്നു എൻ്റെ MA ക്ലാസ്സിൽ. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം, അല്ല നായർ ശൂദ്രന്മാരാണെന്ന് സാറ് പറഞ്ഞത് അത് ശരിയായില്ല. വളരെ കറക്റ്റ്. അത് ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം, സംബന്ധം ആണ് വരുന്നത്. സംബന്ധം ആദ്യം വരുന്നത് നാടുവാഴികളായിട്ട് ക്ഷത്രിയർ, നാടുവാഴികളായിട്ട് നായന്മാരുണ്ടായിരുന്നു. അവരും നാടുവാഴികളാവുന്നത് ഈ ബ്രാഹ്മണന് സേവകർ ആയിട്ട് നിൽക്കുന്ന
ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത്തരം ആളുകളിലേക്ക് ഇപ്പോൾ ഇവർ നമ്പൂതിരിമാരുടെ മൂത്ത ആൾ മാത്രമേ വേളി കഴിക്കുള്ളൂ. അതിന് ശേഷം വരുന്ന ആൾക്കാർക്ക് വേളിയില്ല. അപ്പോൾ അയാൾക്ക് കിടപ്പിൻ്റെ വട്ടം എന്നാണ് പറയുക. അപ്പോൾ അവർ മറ്റ് വീടുകളിൽ പോയിട്ട് നായരും അല്ല ബ്രാഹ്മണനും അല്ലാത്ത അമ്പലവാസികൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അത് ക്ഷേത്രോപജീവികളാണ്. ക്ഷേത്രത്തിലെ പല കർമ്മങ്ങൾ ചെയ്യുന്നവരും അതിന് ശ്രീകോവിലിൽ പണി നമ്പൂതിരിയുടെ തന്നെ. അത് പിന്നീട് നമ്പൂതിരി അത് എമ്പ്രാന്തിരിക്ക് വിട്ടുകൊടുത്തു. കാരണം ശാന്തിക്കൊന്നും നമ്മളെ കിട്ടില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ചുറ്റുവട്ടത്തുള്ള പണികളും അടിച്ചു വൃത്തിയാക്കലൊക്കെ ആയിട്ട് വാര്യന്മാർ അത് ചെയ്തു. പിന്നെ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും ഇതൊക്കെ മാരാന്മാർ ചെയ്തു. അങ്ങനെ കുറച്ചൊരു അമ്പലവാസി വിഭാഗങ്ങൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നായർ, അങ്ങനെയാണ്. അപ്പം ഈ തരത്തിലുള്ള ഒരു സംവിധാനം എല്ലാം എൻഡോഗമസ് കാസ്റ്റാക്കി മാറ്റുന്നത് ഈ നമ്പൂതിരിമാരുടെ ഒരു രീതിയാണ്. കാരണം കണക്കെഴുതാൻ നിന്നാൽ കണക്കെഴുത്തുകാരുടെ മകൻ പിന്നെ കണക്കെഴുത്തുകാരനായിരിക്കും. അതിനൊക്കെ കണക്കെഴുത്ത് വൃത്തി എന്ന് പറഞ്ഞൊരു, ആ വൃത്തി എന്ന് പറഞ്ഞാൽ ആ നിത്യവൃത്തി എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ്. അതിനുവേണ്ട ഭൂമി അയാൾക്ക് വിട്ടുകൊടുക്കും, അയാൾ അതിൻ്റെ കാരാളനായിട്ട്. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ മേലെ കാരാളം എന്നുള്ള രീതിയിലുള്ള അവകാശം വരുന്നതനുസരിച്ചിട്ടും പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ജോലി ബ്രാഹ്മണനുമായിട്ട് അടുത്ത് നിൽക്കുന്ന സംഗതി ആകുമ്പോഴാണ് അവർക്ക് സ്റ്റാറ്റസ് കൂടുന്നത്. അങ്ങനെ ഭൂമിയുടെ മേലെയുള്ള അവകാശവും പിന്നെ ബ്രാഹ്മണനുമായിട്ടുള്ള ഈ അടുപ്പവും ഒക്കെയാണ് അവർക്ക് സ്റ്റാറ്റസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. പിന്നെ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ഒബ്സർവ് ചെയ്താൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ശുദ്ധി സങ്കല്പം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. തൊട്ടുകൂടായ്മ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട്. എന്നാൽ കണ്ടാൽ പോലും അശുദ്ധി ആവുക എന്നുള്ളൊരു സങ്കല്പം കേരളത്തിൽ മാത്രം ഉള്ളൊരു പ്രത്യേകതയായിട്ടാണ് തോന്നുന്നത്. അത്രയ്ക്കും കടുത്തതായിരുന്നു ഇവിടുത്തെ ജാതി വ്യവസ്ഥ. അതിന്റെ ഒരു റീസൺ എന്തായിരുന്നു? അത് ഈ തീണ്ടാപ്പാടകലം ഒക്കെ ഇങ്ങനെ സൃഷ്ടിച്ച് ഇങ്ങനെ ഇത് കൊണ്ടുവരാൻ കാരണം ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ തന്നെയുള്ള പാതിത്യ ദോഷം എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. നമ്പൂതിരിമാരുടെ ഇടയിൽ ഇപ്പം ആയുധം എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാർ ചാത്തിര ബ്രാഹ്മണർ, ശസ്ത്ര ബ്രാഹ്മണർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ അഭ്യാസങ്ങൾ കളരികളൊക്കെ അവർ തന്നെയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഞാൻ വാൾനമ്പിമാർ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് ഈ വൈദികരായിട്ടുള്ള ആൾക്കാരുടെ അത്ര സ്റ്റാറ്റസ് ഇല്ല. വൈദികരാണ് ഏറ്റവും വലിയ വേദങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ യാഗങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഊരാർ എന്ന് പറയുന്ന ആൾക്കാർ, അവരാണ് വലിയ സ്വത്തുടമകളായിട്ടുള്ള ആൾക്കാർ. ചികിത്സ അതും ഇതുമൊക്കെ ആയിട്ട് പോകുന്ന മൂസതുമാർ, അത് അവർക്കിങ്ങനെ താഴെ താഴെ വരുന്ന ആൾക്കാർ. ഇവരാരും തന്നെ ഒരു വൈദിക ബ്രാഹ്മണൻ്റെ വീട്ടിൽ പോയാൽ അടുക്കളയിൽ കയറാൻ പാടില്ല, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. ഈ ചാത്തിര നമ്പൂതിരിയും മൂന്നലൊക്കെ ഇട്ട നമ്പൂതിരിയൊക്കെ ആയിരിക്കും. പക്ഷേ തരണനെല്ലൂർ തന്ത്രിയുടെ വീട്ടിലേക്ക് പോയാൽ അത് അവർക്ക് പിന്നെ ഒരു പുല്ലുവായ ഇട്ട് കൊടുക്കും. അവിടെ അങ്ങനെ ഇറയത്തേക്ക് കാല് നീട്ടിയിട്ട് അവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഉമ്മറത്ത്. അല്ലാതെ പൂമുഖത്ത് നമ്പൂതിരിമാരുടെ ഇടയിൽ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ സ്ത്രീകളെ അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഇങ്ങനെ അവരുടെ ഇടയിൽ തന്നെ വലിയൊരു ഹയറാർക്കി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൂത്തത്, ഇളയത്, നമ്പീശൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ. അപ്പോൾ അത് ആണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഡിഗ്രി. ഇങ്ങനെ പൂന്താനം പറയുന്നുണ്ടല്ലോ, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇത് തന്നെ പക്ഷേ പുള്ളുവനും പാണനും തമ്മിൽ ഉണ്ട്, പറയനും പുലയനും തമ്മിലുണ്ട്. പറയൻ എന്ന് പറയുമ്പോൾ അയാൾ ഈ ചത്ത കാളയും ഒക്കെ കൊണ്ടുപോകുന്ന ആളാണ്. ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ ആ പറയന് വലിയ തീണ്ടാപ്പാട് അകലത്ത് നിൽക്കണം, പൊല്യൂഷനുണ്ട്. ഈ പുലയനും പൊല്യൂട്ടിങ് കാസ്റ്റാണ്.
അതിനു പുറമെ അയാൾ അടിമയും കൂടിയാണ്. പുലയരേക്കാൾ താഴ്ന്നതാണ് പറയരെന്ന് പുലയര് തന്നെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മോളിൽ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം പുല വരുത്തുന്ന ആൾക്കാരാണ്, അൺടച്ചബിൾസാണ്. ഞാൻ പറഞ്ഞത് ഈ അൺടച്ചബിൾസിൻ്റെ ഇടയിൽ തന്നെ ഈ ഹയറാർക്കി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പാണനെ സംബന്ധിച്ചിടത്തോളം പാണൻ വിശ്വസിക്കുന്നത് ഞാൻ പുള്ളുവനേക്കാൾ വളരെ മുകളിലാണെന്ന്, പുള്ളുവൻ വിശ്വസിക്കുന്നത് ഞാൻ പാണനേക്കാൾ വളരെ മുകളിലാണ്. ഏതായാലും പാണൻ, ഞാനിങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്, പാണൻ പിന്നെ ഈ ഒരു തരം വീണ ഉണ്ടാക്കും. പാണൻ വീണയും ആയിട്ട് ചെല്ലുന്നതും അയാളുടെ ദാരിദ്ര്യത്തിൻ്റെ പേരാണ്. അപ്പോൾ പാണൻ്റെ വീണ കരയാണെങ്കിൽ പുള്ളുവൻ്റെ കുടം തേങ്ങാണ്. അത് ഇത് ആക്സിഡൻ്റലായിട്ടുള്ള സംഗതിയല്ല, പുള്ളോർ കുടം പോലെ തേങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി പറയുകയാണ്. അത് അഡർണോ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് സൈദ്ധാന്തികൻ്റെ ഒരു തിയറി ഉണ്ട്. അത് വയലിൻ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ആദ്യത്തെ തിയറി അയാൾ എന്താണോ മനുഷ്യൻ്റെ ജീവിത സാഹചര്യം, ആ സാഹചര്യത്തിൻ്റെ ശബ്ദം എന്താണ്, അത് തേങ്ങലിൻ്റെയും കരച്ചിലിൻ്റെയും ഒക്കെ ആണെങ്കിൽ അയാളെ അമ്യൂസ്മെൻറ്റിലും ഒരു മ്യൂസിക് ഉണ്ടാകുമ്പോൾ ആ മ്യൂസിക് ആ ശബ്ദമാണ് പുറപ്പെടുവിക്കുക എന്നുള്ളത്. അപ്പോൾ വയലിൻ പ്രൊഡ്യൂസ്ഡ് ദി മിസറബിൾ സൗണ്ട് ഓഫ് എ സർഫ്. ഫ്യൂഡലിസത്തിലെ സർഫ് അനുഭവിച്ചിരുന്ന ആ കാലത്ത് ഒരു കഷ്ടമുണ്ട്. സർഫിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഈ വയലിൻ. അപ്പോൾ ആ വയലിന് ഉണ്ടാക്കുന്നത് ഒരു കരച്ചിലാണ്. ആ കരച്ചിലിങ്ങനെ കേൾപ്പിക്കാൻ, അത് ആ തിയറി വെച്ച് നോക്കിയാൽ ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ മ്യൂസിക്കും അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന മദ്ദളം കൊട്ടുന്ന മാരാർ, അവർ അമ്പലത്തിലെ പടച്ചോറും കേട്ട് വിശപ്പ് എന്താണെന്ന് അറിയാത്തൊരു കാസ്റ്റാണ്. അപ്പോൾ അവർക്ക് പൊട്ടിച്ചിരിയുടെയും അട്ടഹാസത്തിൻ്റെയൊക്കെ ശബ്ദം പുറപ്പെടുവിക്കുന്ന മദ്ദളം പോസിബിളാണ്. അല്ലെങ്കിൽ ആസുരമായ രീതിയിൽ കൊട്ടി എല്ലാവരെയും ചെകിട്ട് അടപ്പിക്കുന്ന തരത്തിലുള്ള ചെണ്ടമേളം സാധ്യമാണ്. അതല്ല പുള്ളുവൻ്റെ സ്ഥിതി. ആ കൊടുവായിട്ട് എന്നിട്ട് സംഗതി. അപ്പം ഇത് ആക്സിഡൻ്റൽ അല്ല, അത് അവരുടെ ജീവിതമായിട്ട് നേരിട്ട് ദൈനംദിന ജീവിതത്തിലെ എന്താണോ അവരുടെ നിലനിൽപ്പിൻ്റെ ശബ്ദം എന്താണ്, അത് കരച്ചിലിൻ്റെയും തേങ്ങലിൻ്റെയും ആണെങ്കിൽ അവരെ അമ്യൂസ്മെൻറ്റും അത്തരത്തിൽ ഉള്ളതായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡ് മെഷർ ചെയ്യുന്നതും അസസ് ചെയ്യുന്നതും അങ്ങനെ ഒരു ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാക്കുന്നതും പിന്നെ റോഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പം തുടങ്ങുന്നതൊക്കെ ടിപ്പുവാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ ഒരു ടേണിംഗ് പോയിന്റ് ആകുന്നത് ഏതാണ്? നേരത്തെ സിതാര സാർ പറഞ്ഞ പോലെ ഈ കൃഷി വരുന്നത്, പിന്നെ നികത്തുന്നത്, അതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പൊളിറ്റിക്കൽ ഹിസ്റ്ററി ശരിക്കും ഒന്ന് അതിൻ്റെ ടേണിംഗ് പോയിന്റ് സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വിഭാഗം വളരെ വേഗത്തിൽ ഇവിടുത്തെ ഈ ജന്മി സമ്പ്രദായത്തിനെതിരായിട്ടും ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടും ഒക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ അവർ ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം കൊടുത്തിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് ഉണ്ടായിരുന്നു. അവർ പിന്നെ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പുറത്ത് വേറൊരു തരം സമരത്തിൻ്റെയൊക്കെ അതിൻ്റെ ഇടയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരുന്നത്. കൃഷ്ണപിള്ളയും കൂട്ടരൊക്കെ കൂടിയിട്ട് അവർക്കാകെ അന്ന് കിട്ടിയിട്ടുണ്ടാവുക ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ഒരു ഇംഗ്ലീഷ് വിവർത്തനം. അതിലപ്പുറം ദാസ് ക്യാപിറ്റലൊന്നും അവർക്ക്
അറിയാൻ സാധ്യതയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ കാലം, കർഷക പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നത്, അത് വലിയ ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഗതിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അയ്യ വൈകുണ്ഠസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അയാളുടെ മൂവ്മെൻറ്റ്, പിന്നെ അയാളുടെ ശിഷ്യന്മാരായിട്ടുള്ള തൈക്കാട്ട് അയ്യാസ്വാമി, അത് കഴിഞ്ഞ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും, അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ ജാതി വിരുദ്ധ പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ നവോത്ഥാനം എന്നുള്ള നിലയ്ക്ക് അവർ പറയേണ്ടത് ശരിക്ക് അവർ ഈ അദ്വൈത പ്രസ്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ. അദ്വൈതം ഈ തർക്കം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അത് അതിലങ്ങ് ഈശ്വരവിശ്വാസമൊന്നുമില്ല. അത് ഭാഗവത പ്രസ്ഥാനത്തിന് എതിരായിട്ടുള്ള ഒരു ഉപനിഷത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു അദ്വൈതം ആണ്. ആ ഒരു അദ്വൈത സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ കൾച്ചറാണ്. ആ ഇൻ്റലക്ച്വൽ കൾച്ചർ നോർത്ത് ഇന്ത്യയിൽ ഒരു 4-ാം നൂറ്റാണ്ട് കാലത്തൊക്കെ ശക്തി പ്രാപിച്ചു വന്നതാണ്. പിന്നീട് പക്ഷേ ഭാഗവത പ്രസ്ഥാനക്കാർ, ശൈവ ഭക്തി പ്രസ്ഥാനവും വൈഷ്ണവ ഭക്തി പ്രസ്ഥാനവും അതിനെ ഹൈജാക്ക് ചെയ്തു. പിന്നെ ആൾക്കാർക്ക് അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സങ്കല്പമായിട്ട് ബന്ധപ്പെടുത്തി അല്ലാതെ കാണാൻ വയ്യാത്ത സ്ഥിതി വന്നു. എന്തിനെയാണ് നിങ്ങൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്? ഒരു ചോദ്യം എനിക്കത് കേട്ടപ്പോൾ തന്നെ ചോദിക്കാൻ തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാനിത് ഇതിനെപ്പറ്റി ചർച്ച വരുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആർക്കും അറിയില്ല. ഞാനതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചു. ഞാൻ എല്ലാവരോടും ചോദിച്ചതാണ്. ആദ്യം ബ്രാഹ്മണർ കൊണ്ടുവന്ന അടിമത്തം, അതിനുശേഷം അവർ തന്നെ പ്രബലമാക്കിയിട്ടുള്ള ജാതി വ്യവസ്ഥ, ഇങ്ങനെയുള്ള ഒരു സ്ഥലം. ഇതിൽ എവിടെയാണ് നിങ്ങളൊരു റിനൈസൻസിൻ്റെ സ്കോപ്പ്? യൂറോപ്പിന് ഒരു ക്ലാസിക്കൽ ഗ്രീക്ക് കൾച്ചറുണ്ട്, ഇൻ്റലക്ച്വൽ കൾച്ചറുണ്ട്. ആ കൾച്ചറിനെയാണ് അവർ റിവൈവ് ചെയ്യുന്നത് റിനൈസൻസിൽ കൂടെ. അതിൽ തന്നെ ഹ്യൂമനിസമൊക്കെ ആണ് അവരുടെ നവോത്ഥാനം. ഇവിടെ നവോത്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഇല്ല, ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആകെ ഉള്ളത് ഈ ഇന്ത്യയിൽ തന്നെയുള്ള ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഏജ് ശരിക്കും മൗര്യൻ കാലഘട്ടമാണ്. ആർട്ടിൻ്റെയും സ്കൾപ്ചറിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും അതിൻ്റെയൊക്കെ അങ്ങനെയാണ്, അതിൻ്റെ കാലമാണ്. ആ കാലത്തെ ബുദ്ധിസ്റ്റ് കൾച്ചറാണ് ഈ യഥാർത്ഥത്തിലുള്ള കൾച്ചർ. തക്ഷശിലയിലും ഒക്കെ അവർ ഇതാണ് പഠിച്ചു അതിൽ വലിയ പ്രാവീണ്യം നേടി അവരെയൊക്കെ ഉണ്ടാക്കിയത്. അത് നളന്ദ കുറേ ആവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ പ്രബലരായി വന്നത് ഈ ഉപനിഷത്തിക്കായിട്ടുള്ള ആ മനുഷ്യൻ്റെ അറിവ് ഉണ്ടല്ലോ, ഈ ആരാണ് ഞാൻ എന്നുള്ള ഒരു അന്വേഷണം. ഞാൻ എന്ന് പറഞ്ഞ് അതിന് പിന്നെ എൻ്റെ കൈ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എൻ്റെ മനസ്സ്, എൻ്റെ മൂക്ക്, എൻ്റെ കണ്ണ്, ഞാൻ പറയുന്നത് അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സംഗതിയാണ്. ഞാൻ എന്നുള്ളതിനെ എൻ്റെ എന്ന് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഉപനിഷത്തിലെ സാധനം. അങ്ങനെയുള്ള ഒരു ട്രാൻസെൻഡൻ്റലായിട്ടുള്ള വലിയൊരു തിങ്കിങ് ഉണ്ട്. ആ തിങ്കിങ്ങിൽ ആണ് നോളജിൻ്റെ സീക്കിങ്ങും വരുന്നത്. നേതി എന്നുള്ളൊരു കൾച്ചർ. ഇതല്ല ഏതാണെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല, പക്ഷേ ഇതല്ല എന്ന് എനിക്ക് നല്ല തീർച്ചയാണ്. ആ ഒരു ഇരുത്തം വന്ന അവസ്ഥയുണ്ടല്ലോ, ഇതുവരെയുള്ളതിനെ ശരിക്കും അറിയാം, അതിൽ തൃപ്തി വരാത്ത അവസ്ഥ. അതുകൊണ്ട് പുതിയൊരു സംഗതി വേണം. ഈ ഇൻക്വിസിറ്റീവ്നെസ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, ഇതൊക്കെയുള്ള ഒരു ഇൻ്റലക്ച്വലിസത്തിൻ്റെ ഘട്ടം. ആ ഇൻ്റലക്ച്വലിസത്തിൻ്റെ ഘട്ടം അക്കാലത്ത് തന്നെ ഷെയർ ചെയ്തിരുന്നൊരു സിവിലൈസേഷനാണ് ഈ ഗ്രീക്ക്. അതിനെയാണ് യൂറോപ്യൻസ് റിവൈവ് ചെയ്യാൻ നോക്കിയത്. ഇവിടെ അതിനെയാണ് റിവൈവ് ചെയ്യേണ്ടത്. റിവൈവ് ചെയ്യാൻ ആരാ ശ്രമിച്ചത്? അപ്പോൾ ഈ വക സേജസാണ്. പക്ഷെ അവരൊക്കെ തന്നെയും ദൈവവിശ്വാസത്തിനകത്ത് കുടുങ്ങിപ്പോയവരാണ്.
അല്ല, ശങ്കരൻ വാസ്തവത്തിൽ കേരളത്തിലുള്ള ആളാണോ എന്ന് വലിയ സംശയം, ആലോചിക്കേണ്ട കാര്യമാണ്. അതിനേക്കാളും മുമ്പ് ഒരു വലിയ മീമാംസകൻ പ്രഭാകരൻ എന്ന് പറഞ്ഞ ആളാണ് പറയുന്നത്. അദ്ദേഹം 7-ാം നൂറ്റാണ്ടിൽ ആണെന്ന് പറയും. ഈ പ്രഭാകരനായാലും ശങ്കരനായാലും കേരളത്തിലുള്ള സാന്നിധ്യം തീർച്ച പറയാൻ സാധിക്കില്ല. കാരണം കേരളമായിട്ട് കാലടിയായിട്ട് ബന്ധപ്പെട്ട് കഥകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം കെടാതെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് കാലടി അല്ല, വേറൊരു സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ അമ്മ വീട് എന്നല്ലേ പറയുന്നത്, അമ്മയുടെ തറവാട്. അതെ, അച്ഛന്റെ വീട് സ്ഥലം കാലടിയും ആ ഈ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് അദ്ദേഹം ജനിച്ച അത് അമ്മയുടെ തറവാടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ജനിച്ച സ്ഥലം ആണല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥലമായിട്ട് പറയേണ്ടത്. ഇതൊക്കെ ആണെങ്കിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ എവിടെയെങ്കിലും കേരളം വരുന്നത്? അതൊരു വിഷയമാണല്ലോ. കേരളത്തിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഒരു സ്വാധീനം എവിടെയെങ്കിലും കാണണം. കേരളത്തിൻ്റെ സ്വാധീനം കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കൃതികൾ, ഒന്ന് ആദ്യത്തേത് സുന്ദരലഹരി, സൗന്ദര്യലഹരി എന്നുള്ളത് ചില ആളുകൾ പറയും. സുന്ദരലഹരി ആണ്, അത് ഒരു ശൈവ കൃതിയാണ്. ഒരു കാരണവശാലും ശങ്കരാചാര്യർ അത് എഴുതിയിരിക്കാൻ സാധ്യതയില്ല. കാരണം ശങ്കരൻ്റെ ചിന്ത അതല്ലല്ലോ. ഈ ഉപനിഷത്തുകളിൽ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഈശാവാസ്യം. ഈശാവാസ്യത്തിൻ്റെ വ്യാഖ്യാനം ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി. ഇത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സോഴ്സ് ഏതാണ്? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് അത് കിട്ടിയിട്ടുണ്ടാവുക? ആ അറിവ് ഈ കേരളത്തിൽ എവിടെയും വന്നില്ല. എല്ലാ സ്ഥലത്തും ഓരോ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് എന്താ കേരളത്തിലൊരു മഠമില്ലാത്തത്? ശങ്കരൻ പോയി എന്ന് പറയുന്ന സ്ഥലത്ത് ശങ്കരൻ ആദ്യം സ്ഥാപിക്കുന്ന മഠം മൈസൂരാണ്, കർണാടകയിലാണ്. അവിടുത്തെ അങ്ങോട്ടാണ് ശങ്കരൻ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മഠങ്ങളൊക്കെ സ്ഥാപിച്ച ശങ്കരന് കേരളത്തിലൊരു മഠം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു വേരുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറക്കെ പറഞ്ഞോടെങ്കിൽ എൻ്റെ ബലമായ വിശ്വാസം ശങ്കരന് പറഞ്ഞു കേൾക്കുന്ന കഥയിൽ കൂടി അല്ലാതെ കേരളമായിട്ട് ബന്ധമില്ല എന്നാണ്. കേരളം അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തി കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളൊന്നും അയാൾ എഴുതിയില്ല. മഹാഭാഷ്യം ഒഴിച്ച് മറ്റൊന്നും ശങ്കരൻ്റെ കൃതിയല്ല. ഒന്ന് അദ്ദേഹമാണ് ഈ തീണ്ടാപ്പാട് അകലം അത് എങ്ങനെയാണെന്ന് വ്യവസ്ഥ ചെയ്തത് എന്ന് പറയുന്നതാണ് ഒരു കൃതി. പിന്നെ വേറൊരു കൃതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗന്ദര്യലഹരി എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ സുന്ദരലഹരി. അതുപോലെ ബുദ്ധമതത്തിന് എതിരായിട്ടുള്ള അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള കോലാഹലങ്ങളാണ് കൊടുങ്ങല്ലൂരിലുള്ള ഈ അശ്ലീലം പാട്ടുകൾ. ഇതൊക്കെ ശങ്കരൻ്റെ വിദ്യകളാണെന്നാണ് പറയുന്നത്. ശങ്കരൻ മിക്കവാറും ഒരു എംബ്രാന്തിരി ആവാനാണ് സാധ്യത. കർണാടകയിൽ ആയിരിക്കും. ശങ്കരൻ്റെ ആദ്യത്തെ മഠം അവിടെയാണ്. അവിടെ ആവുള്ളൂ ശങ്കരൻ. അവിടെയും ചില സ്ഥലങ്ങളുണ്ട് ഇതുപോലെ കാലടിയൊക്കെ. എങ്ങനെയാണ് കാലടി പ്രസിദ്ധമായതെന്നും ഇവിടെ ഈ കഥ വന്നതെന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ശങ്കരൻ്റെ കൃതികളിൽ ഒന്നും കേരളം നിഴലിക്കുന്നേ ഇല്ല. അതേസമയം കേരളം ഒഴിച്ചുള്ള പ്രദേശങ്ങൾ ഒക്കെ അതിനകത്ത് വരികയും ചെയ്യും. നാട്ടുരാജ്യങ്ങളുടെ ഒരു ചരിത്രം, പ്രത്യേകിച്ചും ട്രാവൻകൂറിന്റെ കാര്യത്തിലെ ട്രാവൻകൂറിന്റെ ഹിസ്റ്ററിയില് ധർമ്മരാജാവായ മാർത്താണ്ഡവർമ്മ വലിയൊരു ഫിഗറായി പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട്. ചരിത്രകാരൻ എന്ന നിലയ്ക്ക് മാർത്താണ്ഡവർമ്മ അങ്ങനെ ഒരു ഫിഗറാണ് ധർമ്മരാജാവ്. അല്ല, മാർത്താണ്ഡവർമ്മയുടെ എഴുത്തുകളിൽ പറയുന്ന ധർമ്മരാജ ചരിത്രത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്. അതെ, ആ ചരിത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
എന്ന് പറഞ്ഞിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ. മാർത്താണ്ഡവർമ്മ ശരിക്ക് ശരീരം കൊണ്ട് ബലഹീനനായിരുന്നെങ്കിലും അദ്ദേഹം 8 വീട്ടിൽ പിള്ളമാരുടെ ഒരു സമീപനത്തിൽ അങ്ങേയറ്റം ദേഷ്യമുള്ള ആളായിരുന്നു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും വലിയ താല്പര്യം എങ്ങനെ 8 വീട്ടിൽ പിള്ളമാരെ ഒതുക്കാം എന്നുള്ളതാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ ആദ്യം ചെയ്യുന്നത് ഈ കച്ചവടക്കാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എന്തെങ്കിലും അവരൊരു കുഴപ്പം കാണിച്ചാൽ അവരെ പിടിക്കുക, അവരെ പിടിച്ചിട്ട് അവരോട് ഈ വലിയ ഫൈൻ മേടിക്കുക. അപ്പോൾ ആദ്യത്തെ മാർത്താണ്ഡവർമ്മയുടെ പണി എങ്ങനെ 8 വീട്ടിൽ പിള്ളമാരെക്കാൾ കൂടുതൽ സമ്പത്തുള്ള ആളായി മാറാം, സമ്പത്ത് റെയർ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയ രത്നക്കല്ലുകളും സംഗതികളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് അതാണിപ്പോൾ ഈ ട്രാവൻകൂറിൽ പിന്നെ ട്രഷർ ട്രോവായിട്ട് അമ്പലത്തിനകത്ത് ഉള്ള സാധനം എല്ലാം മിക്കവാറും മാർത്താണ്ഡവർമ്മ ശേഖരിച്ചിട്ടില്ലാണ്. അതിൽ ഒട്ടുമുക്കാലും ഇതുപോലെ പിഴ അടപ്പിച്ചിട്ടും പിടിച്ചെടുത്തിട്ടുള്ളതും പിന്നെ നേരിട്ട് ഇത്തരം സമ്പത്ത് ശേഖരിച്ച് വെച്ചിട്ടുള്ള 8 വീട്ടിൽ പിള്ളമാരുടെ കുളം തോണ്ടിയിട്ടും ആണ്. അത് തിരുവിതാംകൂറിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം തന്നെ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഒന്ന് നായർ എന്താണ് അകമ്പടി ഈ സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു. പിന്നെ ഈ ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് മാർത്താണ്ഡവർമ്മയ്ക്ക് വലിയ ഒരു ശക്തി ഉണ്ടാക്കാൻ സാധിച്ചു. അത് ഈ 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തി എന്നുള്ള ഒരു പേരാണ്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മുറജപത്തിന് വരുന്ന നമ്പൂതിരിമാർ ഈ കഥയായിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ തിരുവിതാംകൂർ ഇങ്ങനെ ഒരു മഹാരാജാവ് തന്നെ ഉണ്ട് ശരിക്കും. അതെ, അങ്ങനെയാണ് ധർമ്മരാജാവ് എന്ന് ഇയാളെ വിളിക്കുന്നത്. ആ ഒരു ധർമ്മം നിറവേറ്റി എന്നുള്ളത്. കാരണം അത് നമ്പൂതിരിമാരുടെ ആവശ്യമായിരുന്നു. പ്രബലരായിട്ടുള്ള നമ്പൂതിരിമാർ മലബാറിൽ നിന്ന് ഇവിടേക്ക് സന്തോഷമായിട്ട് വന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇവർക്ക് അന്നത്തെ രാജാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ പിന്നെ വിജയനഗര രാജാക്കന്മാരുടെ ഏറ്റവും വലിയ മോഡൽ ആ കാലത്തുള്ള സുൽത്താൻമാരാണ്. അതാണ് ഇവർ താടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സുൽത്താൻമാരുടെ മുസ്ലിം സുൽത്താൻമാരുടെ രീതിയിലാണ് താടിയൊക്കെ വെട്ടി. ഇപ്പോഴത്തെ ധർമ്മരാജാവിൻ്റെയൊക്കെ താടിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല അസൽ പിന്നെ ഒരു പാദുഷ എന്നൊക്കെ തന്നെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തരത്തിലൊരു പവർ മുഗളന്മാരാണ് ഈ വിജയനഗര രായന്മാരുടെ മോഡൽ. വിജയനഗര രായന്മാരുടെ മോഡലിലാണ് ഇവർ വന്നത്. അപ്പോൾ ഈ വിജയരാഘൻ എന്ന് പറയുന്ന ആളുടെ നാണയമാണ് ഇവിടുത്തെ ആദ്യത്തെ പണം ആയിട്ട് തന്നെ കൊണ്ടുവരുന്നത്. ആ മോഡലിൽ ഒരു രാജാവ് വേണം എന്ന് തീരുമാനിക്കുകയും തമിഴ്നാട്ടിലെ പോലെ ഒരു ക്ഷേത്രമെങ്കിലും ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് അതിന് പത്മനാഭസ്വാമിക്ക് ഒരു വലിയ ഗോപുരം ഉണ്ടാക്കി ഈ രാജരാജേശ്വര ക്ഷേത്രമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പത്മനാഭൻ്റെ പിന്നെ ഗോപുരമൊന്നുമല്ല. അതൊരു ആ തരത്തിലുള്ള ഗോപുരം അവിടുത്തെ ചിന്ന കോവിലുകൾക്കുള്ളത് തമിഴ്നാട്ടിൽ. അപ്പോൾ അത്രയൊക്കെ ഇവിടുത്തെ ക്ഷേത്രത്തിന് വരുമാനമുള്ളൂ. അത്തരം വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാവാത്തത് ഇവിടുത്തെ രാജാക്കന്മാരുടെ ധനസ്ഥിതി അത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. പിന്നെ നെല്ല് കാവേരി ഈ തടത്തിലെ ഡെൽറ്റയിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ അടുത്ത് പോലും എത്തില്ല നമ്മളുടെ എന്ന് പറയുന്നത്. നെൽശേഖരം വളരെ കുറവാണ്. അപ്പോൾ ആ കാലത്തെ നെല്ലും ഗോൾഡും തമ്മിലാണ് ഒരു റേഷ്യോ.
ഗോൾഡ് പാഡി റേഷ്യോ എന്ന് പറയുന്നത് അത് കാവേരി തടത്തിൽ ഇതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഫ്ലേഷനാണ് ശരിക്കും. കാരണം ഈ ഗോൾഡിന് ഇവിടുത്തെ നെല്ലുമായിട്ടുള്ള ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെല്ലിൻ്റെ വില എത്ര കൂടുതലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അത്ര കുറവാണ് നെല്ല്. പിന്നെ ആ നെല്ല് തന്നെ ശേഖരിച്ച് വലിയ ഇല്ലങ്ങളിൽ പത്തായങ്ങളിൽ നിറച്ച് അറകളിൽ നിറച്ച് അങ്ങനെ അവർ സുഭിക്ഷമായി ജീവിക്കുകയും മറ്റുള്ള ആളുകൾ പഴയ രീതിയിൽ തന്നെ ഈ ചോളവും മറ്റേ വരകും ചാമയും ഒക്കെ. പല സോഷ്യോ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ തിരുവിതാംകൂർ എപ്പോഴും മറ്റുള്ളവരെക്കാളൊക്കെ ഒരുപാട് മുന്നിലായിരുന്നു. ഇപ്പൊ 1851 തോന്നുന്നു ഒരു ബ്രിട്ടീഷ് റിപ്പോർട്ടിൽ പോലും പറയുന്നത് ട്രാവൻകൂർ ഒരു മോഡൽ സ്റ്റേറ്റ് ആണെന്നാണ്. ആ രീതിയിലൊരു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മാർത്താണ്ഡവർമ്മയുടെ തന്നെ ഇൻസൈറ്റാണ്. മാർത്താണ്ഡവർമ്മയ്ക്കാണ് ഈ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല ഇവിടെ ഈഴവരാണ് കാർഷിക മേഖലയിൽ ശരിക്കുള്ള കൃഷി അറിയുന്ന ആൾക്കാർ എന്നും അവരെ തീണ്ടൽ ജാതിക്കാരായിട്ട് മാറ്റി നിർത്തുകയും അങ്ങനെ അവർക്ക് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതെ വരികയും ചെയ്യുന്നത് ശരിയല്ല എന്നൊരു ധാരണ മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായിരുന്നു ശരി. അതുകൊണ്ടാണ് പാട്ട് വിളംബരം എന്ന് പറയുന്നൊരു സാധനം വരുന്നത്. പാട്ട് വിളംബരം എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ രാജാവിൻ്റെ കീഴിലുള്ള പിന്നെ വയലുകൾ പറമ്പ് ഇതൊക്കെ ഈ കൃഷി ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാം എന്നാണ്. അപ്പോൾ ജാതി നോക്കാതെ പാട്ടത്തിന് കൊടുക്കുക. അത് ആ കാലത്തെ നായന്മാരുടെ ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ചേഞ്ചാണ്. അതിൽ ഏറ്റവും ബെനിഫിറ്റ് നേടിയിട്ടുള്ള ആൾക്കാർ ഈഴവരാണ്. അവർ ഈ പിന്നെ പാട്ട വിളംബരം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുകയും അത് വെച്ച് കൃഷി നടത്തുകയും ചെയ്തു. അതുകൊണ്ടുണ്ടായ ഒരു വലിയ നേട്ടം അവരുടെ അടുത്ത തലമുറയ്ക്കാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഇക്കണോമിക് ലൈവ്ലിഹുഡിൽ ഏർപ്പെടേണ്ട ഭാരം ഇല്ലാതായി. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചു. സ്കൂളുകൾ പിന്നെ പ്രീസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടാക്കിയ സ്കൂളുകൾ അതുള്ള സ്ഥലത്തൊക്കെ തന്നെ ഈഴവർ പഠിക്കുകയും 18th സെഞ്ച്വറി തന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു തുടക്കം ഈഴവക്കാശിൻ്റെ ഇടയിൽ ഉണ്ട്. 19th സെഞ്ച്വറി ആയിക്കഴിഞ്ഞപ്പോൾ അത് പൽപ്പുവിൻ്റെ മാതിരിയുള്ള ആളുകളെ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂറോപ്പ് തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു വൈറോളജി ഇൻസൈറ്റുള്ള ആളായിരുന്നല്ലോ ഡോക്ടർ പൽപ്പു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം എഡ്യൂക്കേഷനിൽ കൂടെ കുലത്തൊഴിലിൽ നിന്ന് പുറത്തേക്ക് കടന്ന ഒരു പ്രദേശം തിരുവിതാംകൂറാണ് ആദ്യമായിട്ട്. പിന്നീട് അത് കൊച്ചിയിലേക്ക് വന്നു, പിന്നെ അത് കോഴിക്കോട്ടേക്ക് എത്തി, മലബാറിലേക്ക് അത് പോയുമില്ല. BJP ചരിത്രം വളച്ചൊടിക്കുന്നു എന്നുള്ള ഒരു ആരോപണം എപ്പോഴും മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് എപ്പോഴും ശക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ഇതേ ആരോപണം അത്ര ശക്തമല്ലെങ്കിലും മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിനെതിരെയും പറയാവുന്നതല്ലേ? പല ഹിസ്റ്ററിയുടെ പോർഷൻസിലും ഒരു അനാവശ്യ സൈലൻസ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഡിനേ ചെയ്യാൻ പറ്റുമോ? അല്ലാതെ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉദ്ദീപിപ്പിക്കേണ്ട കാര്യമില്ല. അത് ഒരു സെക്കുലർ ആയിട്ടുള്ള ചിന്തയെ അത് സഹായിക്കില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് ആണ്. ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയാണ്. കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ളൊരു സമൂഹത്തിൽ അത് കൂടുതൽ ആളിക്കത്തുന്ന തരത്തിലുള്ള സംഗതികളും ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു രീതി. അതുകൊണ്ട് അവരുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ മറ്റ് കാര്യങ്ങളിൽ വന്ന എക്സാജറേഷനെ അതുകൊണ്ട് അവർ ആക്രമിക്കുകയും ചെയ്തു.
അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ പറയൂ സർ. ഒന്ന് ഇപ്പം ഈ ഗംഗ ആ പ്രദേശങ്ങൾ വരെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്ന മുസ്ലിം കോൺഗ്രസിൻ്റെ സിന്ധ് ഭാഗത്ത് ആദ്യം നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു റിലീജിയൻ്റെ സംഗതി കൊടുക്കുകയും അവരിങ്ങനെ ഭയങ്കരമായിട്ട് ആ ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വന്നവരാണ്. അവർ വന്നത് അവരുടെ ക്ഷാമകാലത്താണ്. ഇവിടെ ഒരു പീഠഭൂമിയാണ്. അപ്പോൾ അവർക്ക് വെള്ളവും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് അവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അവർ കാറ്റിൽ കീപ്പേഴ്സ് എന്നുള്ളതിന് പകരം ഷീപ്പ് ഫാമേഴ്സാണ്. അവരുടെ ഇടയിലും ഈ റെയ്ഡ് ഉണ്ട്. അവർ എപ്പോഴും ഈ പാസ്റ്റോറൽ ഗ്രൂപ്പ് ഒരു ഹണ്ടർ ഗ്രൂപ്പും കൂടി ആയിരിക്കും. അങ്ങനെ ഹണ്ടിങ്ങിൻ്റെ ഒരു രീതിയിലാണ് അവർ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു സ്റ്റേജിൽ ആണ് എന്നുവെച്ചാൽ ആദ്യം അതിനൊരു ബോധം വരുന്നത് യഥാർത്ഥത്തിൽ ഹുമയൂണിന് തന്നെയാണ്. ഹുമയൂണിന് തോന്നുകയാണ് ഇവിടെ തന്നെ നിന്നിട്ട് ഇവിടുത്തെ കൃഷിയും ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മതിയല്ലോ, പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്നുള്ള തോന്നലുണ്ടായി. അത് കൂടുതൽ ശക്തമായ രീതിയിൽ ഉണ്ടാവുകയും ഇവിടെ തന്നെയുള്ള സമൂഹമായിട്ട് ഇഴുകിച്ചേർന്ന്, പ്രത്യേകിച്ച് രജപുത്ര സമൂഹമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവരുന്നത് ബാബറാണ്. അതിൻ്റെ മുമ്പുള്ള ഈ പിന്നെ ഗസ്നിമാരും തുഗ്ലക്മാരും ഒക്കെ ആയിട്ടുള്ള സംഘങ്ങളുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ആ സംഘങ്ങൾ ശരിക്കും പ്ലണ്ടറേഴ്സ് തന്നെയാണ്. അവർ ക്ഷേത്രം പൊളിക്കുന്നത് ഹിന്ദു സ്ഥാപനം എന്നുള്ള ഒരു രീതിയിലല്ല. ഹിന്ദു എന്നുള്ളൊരു വാക്ക് തന്നെ ആ സമയത്തില്ല. ഈ സിന്ധ് എന്നുള്ളതിന് ഹിന്ദ് എന്നാണ് പറയുക. കാരണം ഈ പേർഷ്യൻ ഭാഷയിൽ സാ എന്നുള്ള അക്ഷരം ഇല്ല, അത് ഉച്ചരിക്കുന്നത് ഹ എന്നാണ്. സരസ്വതി എന്നുള്ളതിന് ഹരഹ്വതി എന്നേ അവർ പറയുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ഈ സിന്ധ് എന്നുള്ളതിന് ഹിന്ദ്, അൽ ഹിന്ദ് ആണ്. എന്നുവെച്ചാൽ അവർ സിന്ധു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ സിന്ധു നദിയുടെ ഭാഗത്തുള്ള കച്ചവടക്കാർക്കെതിരായിട്ട് ചില പിന്നെ നിയമങ്ങൾ കൊണ്ടുവന്നതിനെ ഹിന്ദുക്കൾക്കെതിരെയുള്ള നിയമങ്ങൾ എന്ന് മാറ്റി വ്യാഖ്യാനിക്കുക. അങ്ങനെ അപ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ പ്രധാനപ്പെട്ട സോമനാഥ ക്ഷേത്രം ആ കൊള്ളയടിച്ച് നശിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിനെ വല്ലാതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് സോമനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് തന്നെ റോമിള താപ്പർ ഒരു പുസ്തകം എഴുതി. അപ്പോൾ ഈ പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിൻ്റെ സന്ദർഭം എന്ന് വെച്ചാൽ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാമെന്നാണ്. ആരൊക്കെ ആക്രമിച്ചു, ഏതൊക്കെ സന്ദർഭത്തിൽ ആക്രമിച്ചു, ഏതൊക്കെ ആക്രമണം നടത്താത്ത മുസൽമാന്മാർ അതിന് ധാരാളമായിട്ട് സംഭാവനകൾ നടത്തി എന്നുള്ളതും, പിന്നെ ആക്രമണകാരികൾ അല്ലാതെ വന്ന മുസൽമാന്മാർ ആ ക്ഷേത്രത്തെ എങ്ങനെ കണ്ടു, അതിന് എന്തൊക്കെ രീതിയിൽ സംരക്ഷണം ഏർപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യം മുഴുവൻ പറയുകയാണ്. അത് പറയുമ്പോൾ അത് ഒന്നും പറയാതെ ഈ ക്ഷേത്രത്തെ ആക്രമിച്ച് നശിപ്പിച്ച പിന്നെ ഇറാനികളെയും തുറാനികളെയും അഫ്ഗാനികളെയും ഒക്കെ പറയാം. അഫ്ഗാൻ ട്രൈബുകൾ അങ്ങോട്ട് ആക്രമണം നടത്തിയതിൻ്റെ കാര്യം അതിനെല്ലാം മുസൽമാൻ എന്നുള്ളൊരു വാക്കിൽ ആണ് പറയുക. അറബ് കോൺക്വസ്റ്റ് ഓഫ് മുസ്ലിംസ് അല്ല, സിന്ധ് കോൺക്വസ്റ്റ് ഓഫ് ദി അറബ് മുസ്ലിംസ് എന്നുള്ള രീതിയിൽ ഈ മുസ്ലിം എന്നുള്ള വാക്ക് തന്നെ 13th century മുതൽക്കേ ഉപയോഗിക്കാൻ തന്നെ പാടും. അത് മുസൽമാന്മാരാണ്, പക്ഷേ അവർ മുസ്ലിം എന്നങ്ങനെ പറയാൻ സാധിക്കില്ല. മുസ്ലിം എന്നുള്ളൊരു വിഭാഗം ശരിക്ക് ടർക്കിഷ് മുസൽമാന്മാരെയാണ് മുസ്ലിം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് പോട്ടെ, അത് ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ വന്ന സുൽത്താന്മാരെ അവിടെയുള്ള ആൾക്കാർ തന്നെ എങ്ങനെയാണ് കണ്ടത് എന്ന് പറയാം. ഇപ്പോൾ ഔറംഗസീബിൻ്റെ
ഏറ്റവും വലിയ ശക്തരായിട്ടുണ്ടായിരുന്ന പട്ടാളക്കാർ മുഴുവനും രജപുത്രന്മാരാണ്. അതുപോലെ ശിവജിയുടെ ഏറ്റവും ശക്തിയുള്ള ആൾക്കാർ ഈ മുസൽമാന്മാരായിട്ടുള്ള പീരങ്കി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവർ ഇറാനിയൻസാണ്. ഈ തരത്തിലുള്ള സംഗതികൾ പറയാതിരിക്കുകയും ഒരു വശത്ത് ശിവജിയെ ഭയങ്കര ഹിന്ദു പേട്ടനായിട്ട് കാണുക, വേറൊരു വശത്ത് മുസ്ലിം എന്നുള്ള ഒരു സംഗതി വയ്ക്കുക. ഈ തരത്തിലുള്ള ഒരു ഡിവിഷൻ അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സാമിൻ ചെയ്യലാണ് റോംലയും ഇർഫാൻ ഹബീബും ഒക്കെ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി ഒന്നില്ല എന്നുള്ളത് തന്നെയല്ലേ? അതെ, എല്ലാം പെർസ്പെക്റ്റീവ്സ് മാത്രമേ അത്രയേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒന്നും സാധ്യമല്ല. നിങ്ങൾ എന്തിനോടുള്ള പക്ഷപാതം ഉണ്ട് ഹിസ്റ്ററിയിൽ, പക്ഷേ എന്തിനോട് പക്ഷപാതം പുലർത്തുന്നു എന്നുള്ളത്. അത് സാമൂഹ്യ നീതിയോടുള്ള പക്ഷപാതമാണെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കും. ചിലതിനെ ഊതി വീർപ്പിക്കാൻ നോക്കില്ല. അങ്ങനെ ഇപ്പോൾ സ്ത്രീപക്ഷ ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ചില മൂല്യത്തിന് വേണ്ടിയിട്ടാണ് ചരിത്രം എഴുതുന്നത്. അങ്ങനെ ചരിത്രമുള്ളൂ. അതുപോലെ പക്ഷപാത ചരിത്രത്തിൽ ഒന്ന് ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഭാഗത്ത് പക്ഷപാതം കാണിച്ചുകൊണ്ട് ചരിത്രം എഴുതുന്നതിനേക്കാൾ സമൂഹത്തിൽ പിന്തള്ളപ്പെടുകയും പിന്നെ എല്ലാവരും ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പക്ഷം പിടിച്ചുകൊണ്ട്, അതായത് മാനുഷിക നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചരിത്രം എഴുതുക. ഇപ്പോൾ ദളിത് പക്ഷപാതത്തോടു കൂടി ചരിത്രം എഴുതിയ എന്താ കുഴപ്പം? അങ്ങനെയാണ് ചരിത്രം എഴുതേണ്ടത്. ദളിത് ചരിത്രം എഴുതുന്ന ആൾക്കാർ പറയും, നിങ്ങൾ നമ്പൂതിരിമാർ അടിമകളാക്കിയതിനെ പറ്റിയിട്ടും ആ അടിമത്തത്തിൻ്റെ പല ദുരിതങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ ചരിത്രമായിട്ട് പറയേണ്ടത് അത്തരം ഒരു കാലഘട്ടത്തിൽ ദളിതരായിട്ടുള്ള ആൾക്കാർ, ഈ അടിമകളാക്കപ്പെട്ട ആൾക്കാരെ ചെറുത്തുനിൽപ്പിനെ പറ്റിയിട്ടാണ്. അവരെത്രത്തോളം ചെറുത്തു നിന്നു, അത് തോറ്റുപോയ വേറെ വിഷയം. എന്തുകൊണ്ട് ചെറുത്തുനിൽപ്പിനെ പറ്റി പറയുന്നില്ല? അതാണ് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് റിഫോമിനും അതിൻ്റേതായ ഒരു പ്രിപ്പയർഡ്നെസ് ആവശ്യമാണ്. പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മോളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. ഇറ്റ് ഷുഡ് കം ഫ്രം ദി ബേസ്. നമ്മൾ ഈ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോളിൽ നിന്നുള്ളൊരു പ്രോസസ്സാണെങ്കിലും അതിൻ്റെ ഒരു പ്രിപ്പയർഡ്നെസ് ഇവോൾവ് ചെയ്ത് വരേണ്ട സംഗതിയാണ്. അപ്പോൾ ഇവിടുത്തെ റിഫോംസ് ഒന്നും ഈ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തത് പ്രധാനമായിട്ടും ഇതാണ് കാരണം. ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് റിഫോമിൻ്റെയും സ്ഥിതി അങ്ങനെയാണ്. ഒന്ന്, സ്റ്റുഡൻസിൻ്റെ കൾച്ചർ, ഞാൻ ഉദ്ദേശിക്കുന്നത് ലേണിംഗ് കൾച്ചർ, അങ്ങനെയൊന്നുമില്ല. കാരണം ഈ എക്സാം സെൻട്രിക് ആയിട്ടുള്ള വായിച്ച് ഓർമ്മ വയ്ക്കുക എന്നുള്ളതിനപ്പുറം ഒരു ലേണിംഗ് ഇല്ല. ലേണിംഗ് എന്ന് പറഞ്ഞാൽ റിമെമ്പറിങ് അല്ലല്ലോ. അവർക്ക് ഈ ഒരു പരീക്ഷ വരുമ്പോൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതൊരു ട്രിക്കാണ്. ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒന്നിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് അല്ല, അത് ചില റിക്വയർമെൻറ്റ് ആണ്. ഇപ്പോൾ റൈറ്റ് എൻ എസ്സേ, അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് എസ്സേ, റൈറ്റ് ഷോർട്ട് നോട്ട്സ്, ഇങ്ങനെയാണ്. ഈ തരം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരിക എന്നൊക്കെ സ്റ്റുഡൻസിന് ഐഡിയ ഉണ്ടാവും. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഇപ്പം ഞാൻ ഹിസ്റ്ററി സബ്ജക്റ്റ് പഠിച്ച ആളായതുകൊണ്ട് അതിലുള്ള കുട്ടികളുടെ ഒരു ബിഹേവിയർ
പറയാം. ഇപ്പം വേൾഡ് വാറിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ. വാട്ട് വേർ ദി കോസസ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ? അപ്പോൾ കുട്ടികൾ ആദ്യം തീരുമാനിക്കും ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കോസസ് എന്തായാലും ഈ വർഷം ഇല്ല, എലിമിനേറ്റഡ്. അതുകൊണ്ട് റിസൾട്ട്സ് ചോദിക്കാനാണ് സാധ്യത. അപ്പോൾ ഒരു സെക്കൻഡ് എലിമിനേഷൻ വരും. ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി ഏതായാലും ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി തന്നെ ഈ വർഷം ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പിന്നെ വരുന്നത് ഓപ്ഷൻ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോസസ് ഓർ റിസൾട്ട്സ്. അപ്പോൾ അവിടെ വേറൊരു എലിമിനേഷൻ. കോസസ് ഓഫ് ദി വേൾഡ് വാർ ഫസ്റ്റ് ആയാലും ഏതായാലും കോസസ് ചോദിച്ചു കഴിഞ്ഞു. ഇനി റിസൾട്ട്സിനാണ് സാധ്യത. 90% ഇവരുടെ പ്രഡിക്ഷൻ കറക്റ്റായി. കാരണം ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, കഴിഞ്ഞ വർഷത്തെ ഇന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു തോറ്റവർക്ക് വേണ്ടിയുള്ള പരീക്ഷയുണ്ട്. അതിലെന്താണ് ചോദിച്ചിട്ടുള്ളത് അതൊന്ന് നോക്കും. അതും ഇതേപോലെ ആ റെപ്പിറ്റേഷൻ സംഗതികൾ എല്ലാം ഒഴിവാക്കിയിട്ടുള്ളൊരു രീതിയായിരിക്കും. മിക്കവാറും ഈ സ്റ്റുഡൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിലേക്ക് വരും. കാരണം സെപ്റ്റംബറിൽ വരുന്നത് എങ്ങനെയായിരിക്കും വെച്ചാൽ മാർച്ചിലെ കോസസ് ചോദിച്ചുകൊണ്ട് സെപ്റ്റംബറിൽ റിസൾട്ട്സ് ആക്കും. കാരണം അത് ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. സോ ഫസ്റ്റ് വേൾഡ് വാർ ഈസ് എക്സോസ്റ്റഡ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ പിന്നെ തുടങ്ങണം. അപ്പോൾ ഈ കോസസ് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ, അപ്പോൾ ഈ മാർച്ചിലെ എക്സാമിന് നമ്മൾ എന്തായാലും കോസസ് വേണ്ട. അപ്പോൾ റൈറ്റ് ദി റിസൾട്ട്സ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. അത് കുറേ പോയിൻറ്റ്സ് ഓർത്ത് വെച്ചാണ് ഈ കുട്ടികൾ വരുന്നത്. ആ ഓർത്ത് വെച്ചത് അങ്ങനെ തന്നെ ഹിസ്റ്ററിയിലാവുമ്പോൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അതങ്ങോട്ട് എഴുതി വയ്ക്കും. ഇതിന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ സബ്ജക്റ്റ് അറിയുന്ന ആൾ വേണ്ട. കാരണം ഏത് ടോപ്പിക്ക് എടുത്താലും അതിൽ ഇങ്ങനെ ചില സംഗതികളുണ്ടാവും. കോസസ്, റിസൾട്ട്സ്, അല്ലെങ്കിൽ സക്സസ്, ഫെയിലിയർ, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. ഈ രീതിയിൽ ശരി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശരി. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേ വേൾഡ് വാറിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദി റിസൾട്ട്സ് ഓഫ് ദി ടു വേൾഡ് വാർസ് എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ ആർ യു ഏബിൾ ടു ഫൈൻഡ് recurrence of the same causes in second world war. അപ്പോൾ അങ്ങനെ ഒരു അനാലിസിസിൻ്റെയും കമ്പാരിസൻ്റെയും ഒക്കെ ഒരു സ്കോപ്പുണ്ട്. അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് വെച്ചാൽ അത് അങ്ങനെ തന്നെ പഠിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രതീക്ഷിക്കാത്തൊരു ഡയമെൻഷനിൽ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളതുകൊണ്ട്. നമ്മളിപ്പോ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു എന്നുള്ളത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഹെഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ സാറിന്റെ ടേക്ക് എന്താണ്? അവർ പോകണമെന്നാണ് ഞാൻ പറയുക. അവർ പോകുന്നത് തടയാൻ നമ്മൾക്ക് യാതൊരു റൈറ്റും ഇല്ല. അവർ പോകുന്നത് വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വിദേശത്ത് ചെന്ന് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടും. ആ ജോലിയാണെങ്കിൽ നന്നായിട്ട് പേയ്മെൻ്റ് ഉള്ള തരത്തിലുള്ളതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോവുക, ഏതെങ്കിലും രീതിയിൽ അവിടെ ഉള്ളൊരു കോഴ്സ് ചെയ്യുക, അതനുസരിച്ചിട്ട് അവിടെ ഒരു ജോലി സമ്പാദിക്കുക. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ് എന്ന് ധരിച്ചിട്ടാണ് അവർ പോകുന്നത്. പിന്നെ ഇതിന് പിന്നിൽ പല റാക്കറ്റ് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന പ്രോമിസസ് അതൊക്കെ വിശ്വസിച്ച് അവർ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് അത് CM കൺവിൻസ്ഡ് ആണ് ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞത് ഇത് ഈ പോകുന്ന കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു അജണ്ട നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതേസമയം കുട്ടികൾ പോകുന്നത് ഏതെങ്കിലും ട്രാപ്പിൽ കുടുങ്ങിപ്പോകുന്നുണ്ടോ,
എന്താണ് അവരുടെ ലിവിങ് എൻവയോൺമെൻറ്റ് തേറെ, അവിടെ എങ്ങനെയാണ്, പിന്നെ അവിടെ അവർക്ക് ജോലി കിട്ടുന്ന എന്താണ് അവരുടെ സിറ്റുവേഷൻ. അത് മിസറബിളായി പോകുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള ചില നിയമങ്ങളാണ് ഇവിടെ വേണ്ടത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് അധികം താമസിയാതെ അത് അസംബ്ലിയിൽ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഡിസ്ക്ലോഷർ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു ഏജൻസി വർക്ക് ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പാടില്ല. ഏജൻസി ഷുഡ് ഡിസ്ക്ലോസ് എന്തൊക്കെയാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്, അതിൻ്റെ ബേസിസ് എന്താണ്. ദേ ഷുഡ് ബി ആൻസറബിൾ ടു എ ബോഡി. അപ്പോൾ നോർക്ക ആയിക്കോട്ടെ, ഏത് വേണമെങ്കിൽ സൂപ്പർവൈസ് ചെയ്യട്ടെ, പക്ഷേ അത് ഒരു ലൈസൻസ്ഡ് ആക്ടിവിറ്റി ആയിരിക്കണം. പിന്നെ ഈ തരം ഡിസ്ക്ലോഷർ അവർ നടത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നടത്തിയ ഡിസ്ക്ലോഷർ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ പറ്റും. ഈ തരത്തിൽ കുട്ടികളുടെ വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നല്ലാതെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനെ നിങ്ങൾ ഒരു കാരണവശാലും തടയരുത്. അതേസമയം അവിടെ ഇപ്പോൾ ഇവിടുന്ന് ഒരു ആൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ PF കിട്ടിയ പൈസ, പെൻഷൻ കമ്മ്യൂണിറ്റി പൈസ, ഇതൊക്കെ കൂടി ചിലവഴിച്ചിട്ട് കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. കാരണം അവരൊരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അവിടെ ജോലി കിട്ടും, അപ്പോൾ എല്ലാവരും കൂടി മൈഗ്രേറ്റ് ചെയ്യാം, അപ്പോൾ എല്ലാവർക്കും ജോലിയായി. കാനഡയൊക്കെ അങ്ങനെയുള്ള സ്ഥലമാണ്. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ സീസണിൽ തന്നെ. കഴിഞ്ഞ ഒക്ടോബറിൽ പോയപ്പോഴേ ഒരു ചെറിയ റൂമിൽ 9 പേരാണ് കുട്ടികൾ. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചു. അവർ സോഷ്യൽ വർക്കിന് ആളുകളെ എടുക്കുന്നുണ്ട്, പക്ഷേ അതൊരു ഗ്ലോബൽ ലെവൽ കോമ്പറ്റീഷനിൽ കൂടിയാണ്. അല്ലാതെ അവർ പഠിപ്പിച്ച് അവിടുന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തിറങ്ങിയവരല്ല. ഇനി അവിടെ പിന്നെ പഠിച്ച് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും അതുകൊണ്ട് വർക്ക് പെർമിറ്റ് കിട്ടില്ല. യു ഹാവ് ടു പ്രൂവ് യുവർ കോമ്പിറ്റൻസ്. അത് അവിടെ പഠിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യം. മാത്രമല്ല പിന്നെ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയാണ്. അത് കാനഡ ആയാലും ശരി, ഏത് UK ആയാലും ശരി, എവിടെയായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് ആൻഡ് അക്വയറിങ് കോമ്പിറ്റൻസ് അതാ. നിങ്ങൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ താഴ്ന്ന ഗ്രേഡോട് കൂടിയിട്ട് പാസ്സായി വന്നു എന്നുള്ളത് താഴ്ന്ന ഗ്രേഡ് തന്നെയാണ്. പിന്നെ ആ ആൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടില്ല അവിടെ. പിന്നെ വർക്ക് ചെയ്യാം, എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള കണ്ടീഷൻ കൊടുക്കുന്നത്. ഞാൻ ഒരു 3 വർഷം ഇവിടെ നിന്നിട്ട് ഞാൻ ഇതിൽ തന്നെ എൻ്റെ സെമിസ്റ്റർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ക്വാളിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ താമസിക്കണം. അപ്പോൾ ദാറ്റ് ഈസ് പെർമിഷൻ ടു സ്റ്റേ. അപ്പോൾ ആ പെർമിഷൻ കൊടുക്കുന്നത്, അപ്പോൾ ആ പീരിയഡിൽ ഏതെങ്കിലും പിന്നെ വൃദ്ധരെ സഹായിക്കാനും അൽഷൈമേഴ്സ് അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൻ്റെ കെയർ, അപ്പോൾ അങ്ങനെ അവിടെ ഡിമാൻഡുള്ള പല സംഗതികളുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ചില ആൾക്കാർ, അവരെ ശുശ്രൂഷിക്കുക, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അത് പിന്നെ താഴെ ലെവലിലേക്ക് വരുവാന്ന് സെർവൻസ്. ഒരുപാട് പേര് ഹോട്ടലിൽ വെയിറ്റേഴ്സ് ആയിട്ട് ഈ തരത്തിലുള്ള പല ജോലികളിലേക്കാണ് അവർ പോകുന്നത്. അത്തരം ജോലി ചെയ്യുന്നതിനനുസരിച്ച് അവരെന്താണ് അവിടെ പഠിച്ചത് അതിൽ നിന്നുള്ള അക്കാഡമിക് ഡിസ്റ്റൻസ് കൂടി വരും. നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്ന രീതിയെ അല്ല ഹയർ എഡ്യൂക്കേഷൻ. രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെ ഒരു ക്വാളിറ്റിയും ഒന്നും നോക്കാതെ നല്ല ഒരു ഓൾ പാസ് പോലെയും ലിബറൽ വാല്യുവേഷൻ നടത്തി കോളേജുകളിൽ വന്നിരിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് ഓരോ വർഷം കഴിയുന്നതോറും സ്റ്റാൻഡേർഡ്സ് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കുട്ടികൾ. അത് കറക്റ്റാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു കറക്റ്റീവ് സ്റ്റെപ്പ് നേരത്തെ തന്നെ നമ്മൾ ചെയ്യേണ്ടതില്ലേ? കോളേജിൽ കൊണ്ട് കടലിന്മേൽ വളം വയ്ക്കുന്നതിനേക്കാളും അത് ചെറിയ ക്ലാസ് തൊട്ടേ ലേണിംഗ് ഔട്ട്കംസ് പരിശോധിച്ചല്ലേ ഇവരെ കൊണ്ടുവരേണ്ടത് മുമ്പോട്ട്. അതെ, ശരിക്കും ടീച്ചിങ് എന്ന് പറയുന്ന സംഗതി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കേണ്ടത് ഈ പ്രൈമറി സ്കൂളിലാണ്, പ്രൈമറി സ്കൂൾ ലെവലിലാണ്. ഈ പ്രൈമറി സ്കൂളിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനുണ്ട്. ശരിക്കുള്ള ആ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് മാത്രമാണ് ആ കുട്ടി പഠിച്ചു വരുന്നത്. അപ്പോൾ അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് മെറ്റഫേഴ്സും
വേർഡ്സും മനസ്സിലാക്കി ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. ഇപ്പം എല്ലാം നമുക്ക് വാക്കുകളുടെ രീതിയിൽ പറയാൻ പറ്റില്ല. ഓരോ സെൻറ്റൻസ് പറഞ്ഞാൽ അടുത്ത സെൻറ്റൻസ് നമ്മൾ മെറ്റഫറിൻ്റെ രീതിയിലായിരിക്കും പറയുന്നത്. അവിടെ ചെറിയൊരു പ്രശ്നമായിട്ടുണ്ടായതാണ്, പിന്നെ അതങ്ങ് കത്തിപ്പടർന്നു. അത് മുഴുവൻ മെറ്റഫറാണ് എന്ന് പറയുന്ന തരത്തിൽ ഈ ഭാഷയിൽ വരുന്ന ഒരു ഷാർപ്പ്നെസ്, അവനവൻ്റെ ഒരു മദർ ടങ് അതിൽ സാധിക്കുന്ന കഴിവ്, ഇത് എങ്ങനെ വേണമെങ്കിൽ ഉച്ചരിക്കാം. അത് ആ വാക്കാണ് ഇങ്ങനെ നിങ്ങൾ വാഴ എന്ന് പറയുന്നു, മറ്റേ ആ ഒരു സ്ഥലത്ത് അത് ബായ എന്ന് പറഞ്ഞാൽ മതി. അവസാനം ഇത് വായ എന്ന് വാഴയും തമ്മിൽ വ്യത്യാസം എന്താണ്? ഇതിങ്ങനെ ഞാനൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഉദാഹരണം എടുത്തു എന്നതിൽ ഓരോ ഏരിയയിൽ ഇങ്ങനെയുണ്ട്. ഭൂമി എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇത് ഭൂമി തന്നെ. അക്ഷരങ്ങൾ ഇങ്ങനെ ഇഷ്ടാനുസരണം മാറ്റി അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അതിന് ബേസിക് ആയിട്ടുള്ള ചില നമ്പറും ടെൻസും ഒക്കെ തെറ്റാതെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനൊക്കെ ഒരു 7th സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേക്കും അത് പഠിച്ചിരിക്കണം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് തുടങ്ങുന്നത് തന്നെ 6ാം ക്ലാസ് വെച്ച് മാത്രം ആൽഫബറ്റ്സ്. പിന്നെ 7th സ്റ്റാൻഡേർഡ് എത്തുമ്പോൾ ചെറിയ ചെറിയ സെൻറ്റൻസ് വരുന്നത്. ഐ ആം സിറ്റിംഗ് ഇൻ ദി ചെയർ അന്ന് പഠിപ്പിച്ച ഒരു ടീച്ചറുടെ ഇതാണ്. മൈ ലോങ് ടവൽ ഈസ് ഓൺ ദി ടേബിൾ. ആ ടവൽ അങ്ങോട്ട് എടുത്ത് വേസ്റ്റ് ഇട്ടിട്ടാണ്. ഈ വേസ്റ്റ് എടുത്ത് മേശപ്പുറത്തിട്ടിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് ഐ ആം സിറ്റിംഗ് ഇൻ ദി ചെയർ. പിന്നെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഐ ആം സിറ്റിംഗ് ഓൺ ദി ചെയർ എന്ന് പറയുന്ന സംഗതി വരുന്നത് ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാത്ത അതിൻ്റെയാണ്. എഞ്ചിനീയറിംഗ് കോഴ്സസിൽ നമ്മൾ കാണുന്നത് ഒരുപാട് സീറ്റ്സ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. എന്താണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? കാരണം എന്താ വെച്ചാൽ ഈ എൻജിനീയറിംഗ് കോളേജസ് പ്രൊഡ്യൂസ് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. ഒരു 100 എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് പുറത്തു വരുമ്പോൾ 1 or 2 എൻജിനീയേഴ്സ് ആയിരുന്നു വരും. ദേ ആർ നോട്ട് പ്രൊഡ്യൂസിങ് എൻജിനീയേഴ്സ്. അതേസമയത്ത് ഈ കുട്ടികളിൽ തന്നെ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രി കൂടെ എൻജിനീയറിംഗ് കോളേജിൽ പോയവർ അവർ മുഴുവൻ പേര് എൻജിനീയേഴ്സായിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. കാരണം അവർ എൻജിനീയറിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നു വരുന്നവരാണ്. മറ്റവർ മിക്കവാറും ഈ ഇക്വേഷൻസും സംഗതികളും പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ ഒരു ആവറേജ് ഓർത്ത് വയ്ക്കുന്നതാണ്. ക്യാൻ യു റിമെമ്പർ ദി ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ആർ യു ഏബിൾ ടു ഗെറ്റ് ഇൻ ടു ദി തോട്ട് പ്രോസസ് ത്രൂ ദിസ് ഇക്വേഷൻ? ഈ കുട്ടികൾ പോകുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റി കൊണ്ടുകൂടിയല്ലേ ഈ പോക്ക്? അങ്ങനെ പറയാമോ? ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രിപ്പയർഡ്നെസ്സിൻ്റെ പ്രശ്നമാണ്. 90% സ്റ്റുഡൻസ് they do not know what is quality. Quality of education അറിയാമെങ്കിൽ they would have acquired quality of learning. Quality of learning എന്ന് പറയുന്ന സാധനം അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വിലയിരുത്താനുള്ള ഒരു കഴിവുള്ളവരല്ല ഈ കുട്ടികളാരും. പിന്നെ കുട്ടികൾക്ക് കുറച്ചെങ്കിലും ഒരു വകതിരിവ് വരുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. ഇപ്പോഴും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലിനീഷ്യൻസിനോട് കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിൽ ക്ലിനീഷ്യൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിൽ. അത് പുറത്തുള്ള പല ആളുകൾക്ക് അറിയുകയും ചെയ്യാം. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ ഇവിടുന്ന് പുറത്ത് ഉക്രൈനിലോ ചൈനയിലോ ഒക്കെ പോയി പഠിച്ചു വന്നാൽ ഇവിടെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ അവർ ഇവിടെ ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. വളരെ സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. ഇവിടെ ഇല്ലാത്തത് അവർക്ക് ലേണിംഗ് വെച്ചാൽ ലേണിംഗ് ബെഡ് സൈഡ് ലേണിംഗ് സീരിയസ് ആയിട്ടുണ്ട്. ലോകത്ത് ഒരു സ്ഥലത്തും സാധ്യമല്ലാത്ത രീതിയിൽ ഒരു ദിവസം തന്നെ 100 കണക്കിന് പേഷ്യൻസാണ് ഓരോ ഹോസ്പിറ്റലിലും ഈ കാഷ്വാലിറ്റിയിൽ കൂടി കടന്നു പോകുന്നത്. അല്ലെങ്കിൽ വാർഡിലൊക്കെ ചെന്നാൽ
അവർക്ക് ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു ഒറ്റ വർഷം കൊണ്ട് ഒരു വെറും MBBS ആയിട്ട് കടന്നു വന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് അത് വേറൊരു സ്ഥലത്തും സാധ്യമല്ല. ഇത്രയധികം രോഗികളില്ലല്ലോ, ഇത്രയും വലിയ പോപ്പുലേഷൻ ഇല്ല. അപ്പോൾ ആ തരത്തിലുള്ളൊരു ക്വാളിറ്റി ഫിസിഷ്യൻ നമുക്ക് വേറെ സ്ഥലത്ത് കാണില്ല. ഇതല്ല എൻജിനീയറിങ്ങിൻ്റെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണൽ ഫീൽഡിൽ ഇവിടെ മറ്റ് ചില ഇക്കണോമിക് ഇൻട്രസ്റ്റും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഡോക്ടർ ആവണം എന്നുള്ള രീതിയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പല സ്ഥലങ്ങളും ഇവർ ക്വാളിറ്റി നോക്കുന്നുണ്ട്. ക്വാളിറ്റി നോക്കുന്നത് തന്നെ ഈ അർത്ഥത്തിലാണ്, ഇവിടുത്തെ ഒരു MBBS എടുത്തു കഴിഞ്ഞാൽ അത് ഓൾ ഇന്ത്യ ലെവലിൽ ടെസ്റ്റ് എഴുതാനും പിന്നെ ഇവിടെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ നടത്താനും ഒക്കെയുള്ള അതിൻ്റെ സാധ്യതകളും ഒക്കെ അവർക്കറിയാം. ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് ക്വാളിറ്റി. അതല്ലാതെ ജനറൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ അവർക്ക് ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, പഠിച്ച ജോലി കിട്ടും. അല്ലാതെ ദേ ആർ നോട്ട്, ഇപ്പം ക്വാളിറ്റി എന്നുള്ള സാധനം തന്നെ അവരുടെ എംപ്ലോയബിലിറ്റിനെ പറ്റിയിട്ടല്ല അവർ ആലോചിക്കുന്നത്. ഇവിടെ എന്ത് പഠിച്ചാൽ ജോലി കിട്ടും, എന്ത് പഠിച്ചാൽ ജോലി കിട്ടും, എന്തിൽ ഡിഗ്രി എടുത്താൽ ജോലി കിട്ടുന്നതാണ് അവർ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഏത് വിഷയമായാലും പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം എന്നുള്ള സംഗതി അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ സ്കോളർലി ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എപ്പോഴും ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഈ ലെഫ്റ്റിസ്റ്റ് സംവിധാനത്തിൽ വന്നുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇതൊരു പവർ ശ്രേണിയിൽ ലാഡറിൽ പിന്നെ ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് എന്നും നിങ്ങൾക്ക് അത് ഇതൊരു കളരിയായിട്ട് കാണാം ഒക്കെയുള്ളൊരു കൾച്ചർ വന്ന് അതാണ് ഈ പറയുന്ന ലുംബനൈസേഷൻ എന്ന് പറഞ്ഞ സാധനം. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല. ഇത് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജുകളിലെ പല സ്ഥലത്തെയും അന്തരീക്ഷം താറുമാറാക്കിയിട്ടുണ്ടായിരുന്നു.